നമസ്കാരം. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായും തിരഞ്ഞെടുക്കപ്പെട്ട സിവിൽ ഭരണകൂടത്തെ നോക്കുകുത്തിയാക്കി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈനിക നേതൃത്വവും തമ്മിലുള്ള അധികാര തർക്കം രൂക്ഷമായതോടെ രാജ്യം പൂർണ്ണമായ ഒരു രാഷ്ട്രീയ സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ്. നിലവിലെ യുദ്ധ സാഹചര്യങ്ങളും ആഭ്യന്തര അസ്ഥിരതയും മുതലെടുത്ത് സൈന്യം ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുകയും നയപരമായ തീരുമാനങ്ങൾ തടയുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇറാനിൽ കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയെ പോലും സൈനിക വലയത്തിനുള്ളിലാക്കി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മിലിറ്ററി കൗൺസിൽ വഴിയാണ് ഇപ്പോൾ ഇറാനിലെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്തഫ ഖമനേയെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും തമ്മിലുള്ള ബന്ധം ലളിതമായ ഒരു ശത്രുത എന്നതിലുപരി സങ്കീർണമായ ഒരു അധികാര വടംവലിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാന്റെ ഭരണ സംവിധാനത്തിൽ സൈന്യത്തിനും മതനേതൃത്വത്തിനുമിടയിലുള്ള ഒരു പ്രധാന കണ്ണിയായിട്ടാണ് മുസ്തഫ പ്രവർത്തിച്ചു പോന്നിരുന്നത്. IRGCയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന മുസ്തഫ സൈന്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. അതിനാൽ തന്നെ ഇവർക്കിടയിൽ പരസ്യമായ ഒരു ശത്രുത മുൻപ് ഉണ്ടായിരുന്നില്ല. എന്നാൽ സമീപകാലത്ത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട് എന്നാണ്. ഒരു വശത്ത് മുസ്തഫ ഖമനേയി തൻ്റെ പിതാവിൻ്റെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് രാജ്യത്തിൻ്റെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അധികാരം തങ്ങളുടെ കൈകളിൽ കേന്ദ്രീകരിക്കുവാൻ സൈന്യം ശ്രമിക്കുന്നു. ഇത് ഇവരെ അധികാരത്തിന് വേണ്ടിയുള്ള നിശബ്ദ ശത്രുക്കളാക്കി മാറ്റിയിരിക്കുകയാണ്. പരമ്പരാഗതമായി IRGC പരമോന്നത നേതാവിനോട് കൂറുള്ളവരാണ് എങ്കിലും മുസ്തഫ ഖമനേയിയുടെ സ്ഥാനാരോഹണത്തെ അവർ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ടോ എന്നത് സംശയകരമാണ്. ഇറാനിലെ ഭരണഘടന അനുസരിച്ച് സുപ്രധാന സുരക്ഷാ വകുപ്പുകളിലെ മന്ത്രിമാരെ നിയമിക്കുന്നത് പരമോന്നത നേതാവുമായി കൂടി ആലോചിച്ചിട്ടാണ്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച പുതിയ രഹസ്യാന്വേഷണ മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റ് പെസഷ്കിയാന്റെ ശ്രമം IRGC കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ ഇടപെടലിലൂടെ പരാജയപ്പെട്ടു. രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്ത്രപ്രധാനമായ എല്ലാ തസ്തികകളും സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കണം എന്ന വാശിയാണ് IRGC ഉയർത്തിപ്പിടിക്കുന്നത്. ഹുസൈൻ ദഹ്ഖാൻ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരുകൾ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും സൈന്യം അവയെല്ലാം വെട്ടിമാറ്റി. ഇതോടെ ഗവൺമെന്റിന് അവരുടെ എക്സിക്യൂട്ടീവ് അധികാരം വിനിയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുകയാണ്. പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും വലിയ നിഗൂഢതകൾ നിലനിൽക്കുന്നുണ്ട്. മുതിർന്ന IRGC ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സൈനിക സമിതി ഖമനേയിയെ ഒരു സുരക്ഷാ വലയത്തിനുള്ളിലാക്കി ഐസൊലേഷനിൽ ആക്കിയിരിക്കുന്നു. രാജ്യത്തെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ഗവൺമെന്റ് നൽകുന്ന റിപ്പോർട്ടുകൾ പോലും പരമോന്നത നേതാവിലേക്ക് എത്തുന്നില്ല എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ പ്രസിഡന്റ് പെസഷ്കിയാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും സൈനിക കൗൺസിൽ അതിന് അനുമതി നൽകിയിട്ടില്ല. ഖമനേയിയുടെ ആരോഗ്യസ്ഥിതി മോശമായതാണോ അതോ സൈന്യം ബോധപൂർവം അയാളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തിയതാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ലെങ്കിലും സൈന്യത്തിന്റെ സ്വാധീനം വൻതോതിൽ വർദ്ധിച്ചുവെന്നത് വ്യക്തമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ നേരിടുന്ന ഭീഷണികളും അമേരിക്കയുമായുള്ള കടുത്ത വടംവലിയും IRGCക്ക് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ വളക്കൂറുള്ള മണ്ണൊരുക്കി. സിവിൽ ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളോടും ഒത്തുതീർപ്പ് ചർച്ചകളോടും സൈന്യത്തിന് താല്പര്യമില്ലാത്തതാണ് ഈ അധികാര അട്ടിമറിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം. രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളിലും സാമ്പത്തിക സ്രോതസ്സുകളിലും ഇതിനകം തന്നെ വലിയ സ്വാധീനമുള്ള IRGC ഇപ്പോൾ പൂർണ്ണമായ രാഷ്ട്രീയ അധികാരം കൂടി കൈയാളുന്നത് പശ്ചിമേഷ്യയിലെ തന്നെ രാഷ്ട്രീയ ഭൂചിത്രത്തെ മാറ്റിമറിച്ചേക്കാം. ഗവൺമെന്റിന് സൈനിക ശക്തിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്നത് ഇറാന്റെ ഭാവി കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കും. വരും ദിവസങ്ങളിൽ സൈന്യവും പ്രസിഡന്റും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ട് തിരിയുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇറാന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ സൈനിക ശക്തിയും ഭരണകൂടവും തമ്മിലുള്ള സംഘർഷങ്ങൾക്കും അട്ടിമറികൾക്കും ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക ഇറാന്റെ ചരിത്രഗതിയെ മാറ്റിമറിച്ച രണ്ട് പ്രധാന അട്ടിമറികളാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാറുള്ളത്. അതിലൊന്ന് പഹ്ലവി രാജവംശത്തിന്റെ സ്ഥാപനത്തിലേക്ക് നയിച്ച 1921 അട്ടിമറിയും മറ്റൊന്ന് ലോകപ്രശസ്തമായ 1953
ഓപ്പറേഷൻ അജാക്സ് എന്നറിയപ്പെടുന്ന അട്ടിമറിയുമാണ്. ഇറാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാന സൈനിക അട്ടിമറി നടന്നത് 1921 ഫെബ്രുവരിയിലായിരുന്നു. ഖച്ചാർ രാജവംശത്തിന്റെ ഭരണകാലത്ത് രാജ്യം രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. പേർഷ്യൻ കൊസാക്ക് ബ്രിഗേഡിലെ ഉദ്യോഗസ്ഥനായിരുന്ന റസാ ഖാൻ എന്ന സൈനികൻ 3000-ഓളം സൈനികരുമായി ടെഹ്റാനിലേക്ക് മാർച്ച് ചെയ്യുകയും അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. സൈനിക നീക്കത്തിലൂടെ ഭരണം കൈക്കലാക്കിയ അദ്ദേഹം പിന്നീട് 1925 സ്വയം ഷാ അഥവാ രാജാവായി പ്രഖ്യാപിക്കുകയും പഹ്ലവി രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. ഇറാന്റെ ആധുനികവൽക്കരണത്തിന് തുടക്കമിട്ട നീക്കമായിരുന്നു ഇതെങ്കിലും ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ജനാധിപത്യ മാർഗങ്ങളിൽ അല്ലാതെ അധികാരം പിടിച്ചെടുക്കുന്ന ആദ്യത്തെ സംഭവമായി ഇത് ഇറാന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഇറാന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതുമായ അട്ടിമറി നടന്നത് 1953-ലാണ്. ഇറാന്റെ എണ്ണ സമ്പത്ത് ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ച ജനാധിപത്യവാദിയായ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദാക്കിനെ പുറത്താക്കുവാൻ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ ഏജൻസികളായ M16-ഉം CIA-യും ചേർന്ന് നടത്തിയ നീക്കമായിരുന്നു ഇത്. ഓപ്പറേഷൻ അജാക്സ് എന്ന് പേരിട്ട ഒരു രഹസ്യ നീക്കത്തിലൂടെ ഇറാനിയൻ സൈന്യത്തിലെ ഒരു വിഭാഗത്തെ ഉപയോഗിച്ച് മൊസാദക്കിനെ അറസ്റ്റ് ചെയ്യുകയും അധികാരം വീണ്ടും ഷാ മുഹമ്മദ് റാസ പഹ്ലവിയുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്തു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടത്തെ സൈനിക ശക്തിയും വിദേശ ഇടപെടലുകളും ചേർന്ന് അട്ടിമറിച്ച ഈ സംഭവം ഇറാനിയൻ ജനതയിൽ അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ വലിയ പ്രതിഷേധം വളരാൻ കാരണമായി. ഈ അട്ടിമറിക്ക് ശേഷമാണ് ഇറാന്റെ ഭരണം പൂർണ്ണമായും ഷായുടെ ഏകാധിപത്യത്തിന് കീഴിലായത്. സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗമായ സവാക്കിനെയും ഉപയോഗിച്ച് ഷാ തന്റെ അധികാരം ഉറപ്പിച്ചു. എന്നാൽ 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഷായുടെ ഭരണം അവസാനിക്കുകയും അയത്തുള്ള ഖൊമനേയിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണക്രമം നിലവിൽ വരികയും ചെയ്തു. വിപ്ലവത്തിന് ശേഷം സൈന്യത്തെ ഭരണകൂടത്തിന് വിധേയമാക്കാനായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന പുതിയൊരു വിഭാഗം രൂപീകരിച്ചു. പഴയ സൈന്യത്തിന് പകരം മത നേതൃത്വത്തിനോട് കൂറുള്ള ഒരു സമാന്തര സൈനിക ശക്തിയായി ഇത് വളർത്തിയെടുത്തു. ഇന്നത്തെ ഇറാനിയൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ IRGC എന്നത് കേവലം ഒരു സൈനിക വിഭാഗം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുള്ള ഒരു ശക്തിയാണ്. ഔദ്യോഗികമായി ഒരു സൈനിക അട്ടിമറി നടന്നില്ലെങ്കിൽ പോലും പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരുടെ തീരുമാനങ്ങളെ മറികടക്കാൻ IRGCക്ക് സാധിക്കാറുണ്ട്. 1921-ലെയും 1953-ലെയും സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഇറാനിലെ ഭരണമാറ്റങ്ങളിൽ സൈന്യത്തിന്റെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാകും. വിദേശ ശക്തികളുടെ താല്പര്യങ്ങളും സൈനിക മേധാവികളുടെ മോഹങ്ങളും കൂടിച്ചേരുമ്പോൾ ഇറാന്റെ ജനാധിപത്യ പരീക്ഷണങ്ങൾ പലപ്പോഴും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇറാനിൽ ഒരു പൂർണ്ണമായ സൈനിക അട്ടിമറി നടത്തുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തെയും ഇന്ത്യയുമായുള്ള ഇറാന്റെ ബന്ധത്തെയും സങ്കീർണമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഉടലെടുത്താൽ ഇന്ത്യ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാവും. നിലവിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ പൗരന്മാർ ഇറാനിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചബഹാർ പോർട്ട് വികസനവുമായി ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ, IT വിദഗ്ധർ, അധ്യാപകർ, കൂടാതെ ഖ്വാം പോലെയുള്ള നഗരങ്ങളിൽ മതപഠനം നടത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ എന്നിവർ ഇറാനിലുണ്ട്. ഒരു സൈനിക അട്ടിമറി ഉണ്ടായാൽ രാജ്യത്തെ ക്രമസമാധാന നില തകരുകയും ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. ഇത് ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ദൗത്യങ്ങളെ പ്രതിസന്ധിയിലാക്കും. മുമ്പ് യമനിലും ലിബിയയിലും ഉണ്ടായതിനു സമാനമായ ഒരു ഓപ്പറേഷൻ രാഹത്ത് മോഡൽ രക്ഷാദൗത്യം ഇന്ത്യക്ക് ഇറാനിലും ആസൂത്രണം ചെയ്യേണ്ടി വരും. ഭരണമാറ്റം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താല്പര്യങ്ങളെയും സാമ്പത്തിക സുരക്ഷയും നേരിട്ട് ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ചബഹാർ പോർട്ട് മധ്യേഷ്യയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. അഫ്ഗാനിസ്ഥാനുമായും റഷ്യയുമായും വ്യാപാരം നടത്തുന്നതിനുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ പ്രധാന കണ്ണിയാണിത്. ഒരു സൈനിക ഭരണകൂടം അധികാരത്തിൽ വന്നാൽ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന അംഗീകാരം കുറവാണെങ്കിൽ ഈ പദ്ധതികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകും. കൂടാതെ ഇറാൻ ഇന്ത്യയുടെ പ്രധാന ഊർജ്ജ സ്രോതസ്സുകളിൽ ഒന്നാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വഴികൾ തേടാറുണ്ട്. സൈനിക അട്ടിമറി ഇറാനിൽ ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കിയാൽ അത് ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതിനും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്നതിനും കാരണമാകും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് വളരെ ജാഗ്രതയോടെ ഉള്ളതാകും. ചരിത്രപരമായി നോക്കിയാൽ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാതിരിക്കുക എന്ന നോൺ ഇന്റർഫിയറൻസ് നയമാണ് ഇന്ത്യ പിന്തുടരുന്നത്. എങ്കിലും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിനോട് ഇന്ത്യക്ക് താല്പര്യമുണ്ടാകില്ല. IRGC അധികാരം പിടിച്ചെടുത്താൽ ഉടൻ തന്നെ അവരെ അംഗീകരിക്കുന്നതിന് പകരം
സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനും അവിടെയുള്ള ഇന്ത്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുമാകും ഇന്ത്യ മുൻഗണന നൽകുക. ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് ആഗോള ശക്തികളുടെയും നിലപാടുകൾക്കൊപ്പം നിന്നുകൊണ്ട് സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം വേണമെന്ന നിലപാടാകും ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുക. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. IRGC ഭരണം പിടിച്ചെടുത്താൽ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ഇത് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യക്ക് അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധമുണ്ടെങ്കിലും ഇറാനുമായുള്ള ചരിത്രപരവും തന്ത്രപരവുമായ ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല. അതിനാൽ ഇരുപക്ഷത്തെയും പിണക്കാതെ സന്തുലിതമായ ഒരു നയതന്ത്ര പാത സ്വീകരിക്കുക എന്നതാവും ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. ചുരുക്കത്തിൽ ഇറാനിലെ ഒരു സൈനിക അട്ടിമറി ഇന്ത്യയുടെ പ്രവാസി സുരക്ഷയെയും ഊർജ്ജ സുരക്ഷയെയും നയതന്ത്ര ബന്ധങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു വിഷയമായിരിക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.